ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമുക്ക് സാറ്റിൻ സ്റ്റിച്ച് എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ലീഫ് വരച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒരു ഭാഗത്തു നിന്നും കുത്തിയെടുക്കുക. എന്നിട്ട് കണ്ടില്ലേ, ഇതേപോലെ ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. സ്ട്രെയിറ്റ് മീൻസ് ലൂപ്പൊന്നും ഇടാനില്ല എന്നാണ് ഞാൻ പറഞ്ഞിട്ടാ. നമ്മൾ ഇത്രയും ചെയ്ത സ്റ്റിച്ചുകളിലൊക്കെ ലൂപ്പ് ഇടാനുണ്ടായിരുന്നു അല്ലേ, അതുപോലെ കെട്ടിട്ട് കൊടുക്കാനുണ്ടായിരുന്നു. ഇത് അതൊന്നുമില്ല, സ്ട്രെയിറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതും വളരെ അടുപ്പിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഗ്യാപ്പ് ഉണ്ടാവരുത് കേട്ടോ. ഇത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ വളരെ അടുപ്പിച്ച് ചെയ്യുന്നതാണ് ഇതിന് ഭംഗി. അതുപോലെ ഞാനിത് 6 സ്ട്രാൻഡ്സ് ഇട്ടിട്ടാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ 3 സ്ട്രാൻഡ്സ് ഇട്ട് ചെയ്യുമ്പോൾ കുറച്ചും കൂടി പെർഫെക്ഷനും ഉണ്ടാവും, കാണാൻ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. വളരെ തിന്നായിട്ടായിരിക്കും അപ്പോൾ നമുക്ക് ഫീൽ ചെയ്യാം. അതായിരിക്കും ഏറ്റവും ബെറ്റർ. പിന്നെ വലിയ ലീഫിലൊക്കെ നമ്മൾ 3 സ്ട്രാൻഡ്സ് ഇട്ട് ചെയ്യുമ്പം കഴിയാൻ കുറച്ചൊരു ബുദ്ധിമുട്ടായിരിക്കും. 6 സ്ട്രാൻഡ്സ് ആണെങ്കിൽ പെട്ടെന്ന് കഴിയും. 3 ആകുമ്പം കുറച്ചും കൂടി ടൈം എടുക്കും. എന്നാലും കാണാൻ ഭംഗി കൂടുതലും നമുക്ക് 3 സ്ട്രാൻഡ്സ് ഇട്ട് ചെയ്യുമ്പോഴായിരിക്കും. അപ്പോൾ എൻ്റെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ അറിവിൽ, അതായത് നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനൊക്കെ ഫാഷൻ ഡിസൈൻ പഠിക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു വീഡിയോ ഒന്ന് സെൻഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മൾ ഫാഷൻ ഡിസൈനിങ് പോയി പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിട്ട് പഠിക്കുമ്പം ഈ ഫാഷൻ ഡിസൈനിങ്ങിൽ എന്തൊക്കെയാണോ ഉൾപ്പെടുന്നത് അതൊക്കെ ഒരുവിധം എല്ലാ വീഡിയോസും ഞാനിതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അതായത് നമ്മൾ സ്റ്റിച്ചിങ്, അതുപോലെ തന്നെ ആരി എംബ്രോയിഡറി, മ്യൂറൽ പെയിൻറ്റിങ്, ഗ്ലാസ് പെയിൻറ്റിങ്, ജ്വല്ലറി മേക്കിംഗ്, അങ്ങനെയുള്ള ഒരുവിധം എല്ലാ ക്ലാസ്സും ഞാനിതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ ഫ്രണ്ട്സുകൾക്കും റിലേറ്റീവ്സിനൊക്കെ. അവർക്കും പഠിക്കാൻ താല്പര്യം ഉണ്ടാവും. കാരണം പുറത്ത് പോയി പഠിക്കാൻ പറ്റാത്തവരും ഫീസിൻ്റെ ബുദ്ധിമുട്ടുകൊണ്ട് പഠിക്കാൻ പറ്റാത്തവരൊക്കെ ഉണ്ടാവാം അല്ലേ. അങ്ങനെ ആരെങ്കിലും നിങ്ങളുടെ അറിവിലുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. വളരെ അടുപ്പിച്ച് ഗ്യാപ്പില്ലാതെ ചെയ്തെടുക്കണം കേട്ടോ. വളരെ ക്ഷമയോടുകൂടെ ചെയ്യണേ, സ്പീഡിലൊന്നും ചെയ്യണ്ട. നമ്മൾ ഹാൻഡ് എംബ്രോയിഡറി ചെയ്യുമ്പോൾ വളരെ സ്ലോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ. വളരെ ഫിനിഷിങ്ങോടുകൂടെ ചെയ്യണേ. ഇത് ലാസ്റ്റായിട്ട് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് അങ്ങനെ ചെയ്യാം. അതല്ല, ഇനി ചെരിച്ച് ചെയ്യും, പാഡ് സാറ്റിൻ എന്ന് പറയും. അങ്ങനെ ചെരിച്ചിട്ടും നമുക്കത് ചെയ്തെടുക്കാം കേട്ടോ. സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ ചെയ്യണമെന്നൊന്നുമില്ല, ഒന്ന് ചെരിഞ്ഞ് ചെയ്യുന്നത് അങ്ങനെയും ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഒരു സ്റ്റിച്ചിങ് കൂടി നമുക്ക് കൊടുക്കാം. അതുകൊണ്ട് ഇതുപോലെ ഒന്ന് ചെരിച്ച് കൊടുത്തിട്ടും സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. പിന്നെ ഞാൻ ലാസ്റ്റ് ഇതിവിടെ താഴേക്ക് നീഡിൽ കുത്തിയിറക്കി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഈ നീഡിൽ കൊണ്ട്, ഈ സാറ്റിൻ ചെയ്തതിന് ശേഷം നീഡിൽ കൊണ്ട് ഇതുപോലെ ഒന്ന് പതിയെ ഒന്ന് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കുറച്ചും കൂടി ഫിനിഷിങ്ങിൽ നിൽക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാം.